ഹായ് ഗൈസ്, അപ്പം നമ്മൾ തിരൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തന്നെ കേട്ടോ. വീണ്ടും ഒരു ഫാഷൻ ഷോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാവേലിയിലാണ് കയറിയത്. നല്ല തിരക്കായിരുന്നു. എപ്പോഴും ഒരു ഇത് കിട്ടി നമ്മൾ അതിൻ്റെ മുകളിൽ കയറി കിടന്നുറങ്ങി. അങ്ങനെ രാവിലെ തിരുവനന്തപുരത്തെത്തിയ കാഴ്ചയാണ്. ഒരു കോഫിയൊക്കെ കുടിച്ചു. അവിടെ നിന്ന് ഊബർ കണക്ട് ചെയ്ത് നമ്മൾ നേരെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്കാണ് പോകുന്നത്. അവിടെയാണ് ഫാഷൻ ഷോ നടക്കുന്നത്. അങ്ങനെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെത്തി നമ്മളിതാ ചെന്നപ്പോഴേക്കും കുറച്ചൊക്കെ സെറ്റിങ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായി എത്താൻ. അങ്ങനെ ഗ്രീൻ റൂമിൽ നടക്കുന്ന കുറച്ച് പരിപാടികളാണ് ഇതൊക്കെ. ഞാൻ കൂടുതലായിട്ട് ഒപ്പിയെടുക്കുന്നില്ല. സ്ഥിരം എൻ്റെ വ്ളോഗിൽ ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. ബാക്ക് സ്റ്റേജിലെത്തി. ബാക്ക് സ്റ്റേജിലത്തെ കാഴ്ചകളാണ്. ബാക്ക് സ്റ്റേജിൽ നമ്മൾ ചെന്നപ്പോൾ ഒരു ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയാണ് നമുക്ക് ടൈം സെറ്റായത്. ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ. ബാക്ക് സ്റ്റേജിൽ നിന്ന് ഒരു അടിപൊളി ക്ലിപ്പ് എനിക്ക് കിട്ടി. നല്ല രസമുണ്ടായിരുന്നു. കൊറിയൊക്കെ നല്ല സെറ്റ് ചെയ്ത് നല്ല വൃത്തിക്കായിരുന്നു എന്ന് തോന്നി. ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പെർഫോമൻസ് ഞാനവിടെ കണ്ടായിരുന്നു. അവരത് കോസ്റ്റ്യൂം മാറി ഇറങ്ങുന്ന ഒരു കോസ്റ്റ്യൂമായിരുന്നു കേട്ടോ. സെക്കൻഡ് ടൈം നമുക്ക് ബ്ലൂ ഉണ്ടായിരുന്നു. അത് സെറ്റ് ചെയ്ത് നമുക്ക് നല്ലോണം 2025 നടന്നു. 26-ലാണ് നടന്നതെങ്കിലും 25-ൻ്റെ കൂപ്പൺ കിട്ടി നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടി പോയി. തിരുവനന്തപുരത്ത് സദ്യനെ പറ്റി നമുക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. അടിപൊളി സദ്യ. ഞാൻ ഏറ്റവും വൺ ഓഫ് ദ ഫേവറേറ്റ് സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരുവനന്തപുരത്ത് സദ്യയാണ്. പക്ഷെ അവിടെ നല്ല വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂർ നമ്മളവിടെ ഇരുന്ന്. അപ്പോഴാണ് ഈ മാവേലിനെയൊക്കെ കണ്ട് അവിടെ ഇരുന്ന്. അരമണിക്കൂർ കഴിഞ്ഞ് ചോറ് വന്നു. പരിപ്പ് കൂട്ടി ചോറ് കഴിച്ചു. പിന്നെ ചോറ് വന്നു. സാമ്പാർ കൂട്ടി കഴിച്ചു. പിന്നെ പായസം വന്നു, പപ്പടം, പിന്നെ കടലപ്രഥമൻ വന്നു, പഴം കൂട്ടി കഴിച്ചു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബോളിയും പായസവും വന്നു. അതും കൂട്ടി കഴിച്ചു. ലാസ്റ്റ് ഒരു പുളിശ്ശേരി കൂട്ടി ചോറ് കഴിച്ച് നമ്മൾ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഒരു വലിയ പൂക്കളം കണ്ടു. പൂക്കള മത്സരമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്കവിടെ ഒപ്പിയെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീണ്ടും ഒരു ബ്ലോഗായിട്ട് പിന്നെയും കാണാം.